ഇന്ന് ഞാനൊരു ബട്ടർസ്കോച്ച് പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ജലറ്റിനോ ചൈന ഗ്രാസോ ചേർക്കുന്നില്ല, അതുപോലെ സ്റ്റീം ചെയ്യുന്നുമില്ല. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കാദ്യം ഈ ബ്രെഡിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ സൈഡ് കട്ട് ചെയ്തെടുക്കാം. ഒരു മീഡിയം സൈസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈ ബ്രെഡിനെ 4 പീസാക്കി എടുക്കാം. ഇങ്ങനെ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയൊരു പാൻ വെച്ച് നമുക്ക് പഞ്ചസാരയെ ഒന്ന് കാരമലൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. നമ്മളിത് കാരമലൈസ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ആദ്യം ഒന്ന് ഈ പഞ്ചസാര ഒന്ന് ചൂടായി വരണം. അതിനുശേഷം പഞ്ചസാര ഒന്ന് കട്ട പിടിച്ചതിന് ശേഷം മാത്രമേ ഇതൊന്ന് നന്നായിട്ട് അലിഞ്ഞു വരികയുള്ളൂ. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് സമയം എടുത്ത് ചെയ്യാം. ഇതൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളർ മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അല്ലാണ്ട് ഞാനിവിടെ ഒരു 50 ഗ്രാം അൺസാൾട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലെ ബട്ടറാണിത്. നമുക്കിത് ഇതിലേക്ക് ചേർക്കണം. ആദ്യം ഈ ഒരു പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാം. അപ്പം ഇതിനൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് ഈ ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ അപ്പാടെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കയ്പ്പ് രസം വരും. കളറൊക്കെ മാറിയിട്ട് ആകെ കയ്പ്പടിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ബട്ടർ ഇതിലേക്ക് ചേർത്ത്, ഇപ്പോൾ ഇതാണ് നമ്മുടെ ബട്ടർസ്കോച്ച് സോസ്. ഇനി നമുക്ക് ഈ ഒരു സോസിലേക്ക് ഒരു 2 കപ്പ് പാൽ ചേർക്കാം. ഈ സോസ് ഓൾറെഡി നല്ല ചൂടുള്ള സോസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തണുത്ത പാൽ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു സോസ് കട്ട പിടിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പാൽ നന്നായി തിളച്ച് വരുന്നതിനൊന്നിച്ച് നമ്മൾ ഈ ഒരു കട്ട പിടിച്ച ഈ ഒരു സോസ് അതിലേക്ക് നന്നായി മിക്സായിട്ട് വരും. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് അതിൽ മിക്സായി വന്നോളൂ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പൗഡറിനെ ഒരു 1-2 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കട്ട കെട്ടാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്ത് വെച്ചാലും മതി. ഇതിങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഇത് നമുക്ക് കുറച്ച് ലാസ്റ്റാണ് ഇത് ചേർക്കുന്നത്. പാൽ നന്നായി ഒന്ന് തിളച്ച് വരണം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ
കഷ്ണങ്ങളാക്കി വെച്ച ബ്രെഡ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. നിങ്ങളുടെ ഈ കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇതിപ്പോൾ നല്ല കറക്റ്റ് മധുരമാണ്. 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും. അഥവാ നല്ല മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കുറച്ചാൽ മതി. അതല്ല നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടിയിടാം. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഈ ബ്രെഡ് ഇപ്പം ഇങ്ങനെ പൊങ്ങി നിൽക്കും. പക്ഷേ ഇത് നന്നായിട്ട് കുതിർന്ന് വന്ന് ഒരു ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഇതിൽ മിക്സായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം വെനില എസൻസ് കൂടി ചേർക്കാം. പാല് നന്നായി തിളച്ച് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു കസ്റ്റാർഡ് പൗഡർ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കസ്റ്റാർഡ് പൗഡർ മിക്സ് ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ബ്രെഡ് നന്നായിട്ട് ഇതിലേക്ക് മിക്സായിട്ട് വരും. ഈ ഒരു ബ്രെഡ് ഇതിൽ കാണാത്ത വിധത്തിൽ മിക്സ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ ഈ ബ്രെഡ് മുഴുവൻ ഇതിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു മുട്ട ചേർക്കണം. ഈ മുട്ട ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മുട്ട ചേർക്കലും മിക്സ് ചെയ്യലും ഒന്നിച്ചായിരിക്കണം. കാരണം മുട്ട ചേർത്ത് പിന്നെ അത് വേവാനുള്ള സമയം കൊടുക്കാനേ പാടില്ല. അങ്ങനെയാകുമ്പോൾ മുട്ട സെപ്പറേറ്റ് വെന്ത് വരും, മുട്ടയുടെ ടേസ്റ്റ് വരും. മുട്ട ഒഴിക്കുക, അപ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മുട്ട ചേർത്തെന്ന് മനസ്സിലാവേ ഇല്ല, മുട്ടയുടെ ടേസ്റ്റും ഉണ്ടാവില്ല, മുട്ട കാണുകയും ചെയ്യില്ല. മുട്ട ചേർത്ത ഉടൻ തന്നെ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ മിക്സ് ചെയ്ത പാട് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ഒരുപാട് സമയം സ്റ്റൗവിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ എന്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 മണിക്കൂർ വെച്ചാൽ ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരും. അപ്പം നോക്കാം, ഞാനിതിപ്പോൾ കുറച്ച് കൂടുതൽ ടൈം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇത് ഞാൻ നല്ലവണ്ണം കവർ ചെയ്ത് വെച്ചിട്ടാണുള്ളത്. കണ്ടില്ലേ, നന്നായിട്ടിത് സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കൂടുതൽ ടൈം ഒരു 4-5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഒരു മിനിമം 3-4 മണിക്കൂർ കൊണ്ട് ഇത് പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും.
അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബട്ടർ സ്കോച്ച് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.